സിറാത്ത് മുറിച്ചു കടന്ന് അക്കരെ എത്തണം. അതേ സമയത്ത് ആ സിറാത്തിന്റെ മുകളിൽ 19 സബാനിയാക്കളായ മലക്കുകളുണ്ട്, നരകം കാക്കുന്ന മലക്കുകൾ. സഹോദരങ്ങളെ, നരകം കാക്കുന്ന ഒരു മലക്കിനെ പോലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. നരകത്തിന്റെ മേൽ അല്ലാഹു 19 കാവൽഭടന്മാരെ വെച്ചിട്ടുണ്ട്. അവരാരാന്നറിയോ? ഗൗരവ പ്രകൃതമുള്ളവരാണ്. അഡ്ജസ്റ്റ്മെന്റ് തീരെയില്ല. ഇവരെന്താ ഒന്ന് സ്നേഹത്തോടെ പെരുമാറാത്തത് എന്ന് ചിന്തിക്കരുത്. അവർക്കതിന് സാധ്യമല്ല. ഷിദാദുൻ, അതീവ മല്ലന്മാരാണ്, ശക്തന്മാരാണ്. അവരുടെ ബോഡിയുടെ കടുപ്പവും അതിന്റെ വിശാലതയും ഹദീസിൽ പറഞ്ഞില്ലേ? മാ ബൈന മൻകിബൈഹിം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. ഒരൊറ്റ മലക്കിന്റെ 2 തോളിന്റെ ഇടയിലുള്ള വ്യാസം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്ര വലുപ്പമാണ്. പിന്നെന്തിനാ 19 ഒന്നുപോലെ? നമ്മൾ ചിന്തിക്കും അല്ലാഹു തആല ആകെ കാവൽഭടന്മാരെ നരകം കാക്കുന്ന മലക്കുകളെ 19 വെച്ചത് ഇത്രയും വലിയ നരകത്തിന് മതിയല്ല സഹോദരങ്ങളെ? ഒന്നുപോലെ. ആ ഒന്നിന്റെ 2 ചുമലിന്റെ ഇടയിലുള്ള അകലമാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, 2 തോളിന്റെ ഇടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും അകലമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് ഷിദാദുൻ, ശക്തന്മാരാണ്. അങ്ങനത്തെ ഒരൊറ്റാളെയും ദുനിയാവിൽ നമ്മൾ കാണൂല, ഒരൊറ്റ സൃഷ്ടിയെയും കാണൂല. അത്ര വലുപ്പുള്ള മലക്കുകൾ 19 കൊളത്ത് ചെങ്ങലയും പിടിച്ച് കാത്തിരിക്കാണ്. കൊളത്താൻ പാകപ്പെടുത്തിയിട്ടാണ് അള്ളാഹു കാത് സംവിധാനിച്ചിരിക്കുന്നത്. എവിടെ കൊളത്തിയാലും കിട്ടും. കാത് കണ്ടില്ലേ നിങ്ങൾ? അതിനാണ് ഈ വളവൊക്കെ. എവിടെ കൊളത്തിയാലും കിട്ടും. ഒന്ന് കൊളത്തി നോക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, പടച്ച റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഇതിന്റെ 1-ാം തട്ട് മുവഹിദീങ്ങൾക്കുള്ളതാണ്. നല്ലോണം കരുതണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 1-ാമത്തെ തട്ട് ലഹാ സബ്അതു അബ്വാബ്, നരകത്തിന് 7 തട്ടുകളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ തട്ടുകൾക്കും നിശ്ചയിക്കപ്പെട്ട വിഹിതം ആളുകളുണ്ട്. 1-ാമത്തെ തട്ടിൽ പോകുന്നവരാണ് ഇസാത്തുൽ മുവഹിദീൻ. ആ 1-ാമത്തെ തട്ടിനാണ് ജഹന്നം എന്ന് പേര് പറയുന്നത്. സഹോദരങ്ങളെ, ജഹന്നം കാലിയാകുന്നുണ്ട്. പക്ഷെ കാലിയാകുന്നത് പറയണ്ട, കിടക്കുന്നത് ആലോചിക്കാൻ വയ്യ. കിടക്കുന്നത് ആലോചിക്കാൻ വയ്യ. നരകത്തിന്റെ ഒരു തീപ്പൊരി കൊള്ളാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ഇന്നഹാ തർമീ ബിശറരിൻ ഖൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. നരകത്തിന്റെ തീപ്പൊരി അതിന്റെ വലുപ്പം എത്രയാണ്? ഖൽ ഖസ്രി, കൊട്ടാര വലുപ്പമുള്ള തീപ്പൊരികളാണ് നരകം പുറത്തേക്ക് തുപ്പുന്നത്. കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറത്തിന്റെ ഒട്ടകത്തിന്റെ വലുപ്പത്തില്, മഞ്ഞ നിറം ഒട്ടകത്തിന്റെ മഞ്ഞ പോലോത്ത മഞ്ഞയുള്ള കൊട്ടാര സമാനമായ തീപ്പൊരികളാണ് മേലോട്ട് പൊങ്ങുന്നത്. നരകത്തിന്റെ തീപ്പൊരി കെട്ടുപോകില്ല. ഒരു തീപ്പൊരിയാണ് നരകത്തിനുള്ളത്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ പല കാറ്റുകളും കാണും, നരകത്തിൽ പല കാർമേഘങ്ങളും കാണും. ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, ഒരിക്കലും നരകത്തിലെ കാർമേഘം സുഖിക്കാനുള്ള കാർമേഘമല്ല. ഓരോ കാർമേഘവും ഓരോ തരം ശിക്ഷകൾ തുപ്പാനുള്ളതാണ്. ചിലത് പുറത്തേക്ക് തുപ്പുന്നത് തീ കൊണ്ട് നിർമ്മിതമായ പാമ്പുകളെയാണ്, ചിലത് പുറത്തേക്ക് തുപ്പുന്നത് തീ കൊണ്ട് നിർമ്മിതമായ തേളുകളെയാണ്. ഉസാത്തുൽ മുവഹിദീൻ, മുവഹിദീങ്ങളിലെ ദോഷികൾക്ക്, ഈമാനുള്ള ദോഷികൾക്ക് കടക്കാനുള്ള കേന്ദ്രമാണ് നരകത്തിന്റെ 1-ാമത്തെ തട്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ഏറ്റവും ലാസ്റ്റ് തട്ടിൽ കഴിയുന്നവരാരാന്നറിയില്ലേ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ. ഇസ്ലാമും ഈമാനും ഒക്കെ നേരെ ചൊവ്വേ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ട് അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ്
നിഫാഖോടെ ജീവിച്ച മുനാഫിഖുകളില്ലേ, കപട വിശ്വാസികളില്ലേ, അവർക്ക് പോകാനുള്ളത് നരകത്തിന്റെ അവസാനത്തെ തട്ടിലാണ്. അതിന്റെ നേരെ മുകളിൽ കഴിയുന്ന ആളുകളാ സഹോദരങ്ങളെ യഹൂദികൾ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് നുസാറ ക്രിസ്ത്യാനികൾ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് ഇബ്ലീസും അവന്റെ സൈന്യവും. സുബ്ഹാനല്ലാഹ്. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് ബഹുദൈവാരാധകർ. അതിന്റെ നേരെ മേലെ കഴിയുന്നവരാണ് സ്വാബീങ്ങൾ. ഇവരൊക്കെ നരകത്തിന്റെ ഓരോ തട്ടിലും അല്ലാഹു തആല സദാ സമയത്തും നരകത്തിൽ അങ്ങനെ കൊടുക്കുമ്പോ, ശിക്ഷ കൊടുക്കുമ്പോ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ശിക്ഷ കൊണ്ടൊന്നും മരിച്ചു കിട്ടുമോ? ഇല്ലേ ഇല്ല, ഒരിക്കലും മരിക്കുകയില്ല. വലാ യഹ്യാ, ഒരു നല്ല ജീവിതത്തിന് രക്ഷ കിട്ടുമോ? ഒരിക്കലും രക്ഷ കിട്ടൂല. നരകത്തിലും സ്വർഗത്തിലും അധികം കണ്ട ആളുകളെ പറ്റി പറഞ്ഞ ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലഅതു ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഞാൻ എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, സ്വർഗത്തിൽ ഞാൻ അധികം കണ്ടവും സാധുക്കളെയാണ്, പാവങ്ങളെയാണ്. ഭാരിച്ച ബാധ്യതകളോ ചതികളോ ഒന്നും അവരിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അവർ ജീവിച്ചുപോയി. അള്ളാഹുവിനെ പേടിച്ച് ഭൂമിയിലുള്ള കാലം സ്വസ്ഥമായി ജീവിച്ചു. ആരോടും വക്കാണത്തിനില്ല, വൈരാഗ്യത്തിനില്ല, വഞ്ചനക്കില്ല, അക്രമത്തിനില്ല, വിദ്വേഷത്തിനില്ല, ഒരാളെയും തോൽപ്പിക്കാനില്ല. പാവമായിട്ട് അങ്ങനെ നടന്ന് ഫക്കീറായി അങ്ങനെ ജീവിച്ച് അള്ളാഹുവിലേക്കും അങ്ങനെ തിരിച്ചുപോയി. ഒരാളോടും ഒരു ബാധ്യതയുമില്ല. അതേ സമയത്ത് ഇത്തലഅതു ഫിന്നാർ, നരകത്തിലേക്ക് ഞാൻ ഒന്ന് എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ഉമ്മമാരെ, നരകത്തിൽ ഞാൻ അധികവും കണ്ടത് സ്ത്രീകളെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കാണാത്ത രണ്ട് വിഭാഗം നരകക്കാരി എന്ന് പരിചയപ്പെടുത്തിയില്ലേ? അതിലൊരു വിഭാഗം സഹോദരിമാരെയല്ലേ തങ്ങൾ പറഞ്ഞത്? സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, ഞാൻ കണ്ടിട്ടില്ലാത്ത രണ്ട് വിഭാഗം ആളുകൾ വരാനുണ്ട്. രണ്ടും പിന്നാർ, നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഒരു വിഭാഗം ഖൗമും മഅഹും സിയാത്തിൻ യദ്രിബൂന ബിഹന്നാസ്, ഖൗമും മഅഹും സിയാത്തുൻ കദ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലെ ചാട്ടവാറും പിടിച്ച് നിരപരാധികളെ തല്ലിച്ചതക്കുന്ന ആളുകള്, അവര് നരകത്തിൽ പോകാനുള്ളവരാണ്. നിരപരാധികളെ വേട്ടയാടുന്ന അധികാരികളെ കണ്ടിട്ടില്ലേ? കയ്യില് തോക്കും പിടിച്ച് സദാഭാഗത്തും വിപ്ലവങ്ങളും അക്രമങ്ങളും നടത്തുന്ന ആളുകളെ കണ്ടില്ലേ? ഭരണാധികാരികളില്ലേ? അവരെ നിയമപാലകരില്ലേ? അവര് മുന്നോട്ട് വെച്ച സേനാധിപന്മാരില്ലേ? അവര് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലുന്ന യഹൂദി അടക്കം ആ കൂട്ടത്തിലുണ്ട്. ഓ സഹോദരങ്ങളെ, രണ്ടാമത്തെ ടീമിനെ പറ്റി പറഞ്ഞപ്പോ വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ, തങ്ങൾ പറഞ്ഞല്ലോ വനിസാഉൻ സ്ത്രീകളുമാണ്, കാസിയാത്തുൻ വസ്ത്രം ധരിച്ചവരായ സ്ത്രീകളാണ്. വസ്ത്രം ധരിച്ചവരായ സ്ത്രീകളാണ്. പക്ഷേ ആരിയാത്തുൻ, അവര് നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ധരിച്ചിട്ടുണ്ട്. അവരെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാകുന്നുണ്ടോ? വെളിവാകുന്നുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു 3 തരത്തിലുണ്ട്.
പകുതി മറച്ചവർ, പകുതി മറക്കാത്തവർ. മുഴുവനായും മറച്ചു, പക്ഷേ മറച്ചതിലൂടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണുന്നവർ. പിന്നൊരു വിഭാഗമാരാണ് മറച്ചിട്ടുണ്ട്, പക്ഷേ കൃത്യമായി ശരീരത്തിന്റെ അളവ് കൃത്യമായും പുറത്തേക്ക് വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാ ധരിച്ചിരിക്കുന്നത്. എന്റെ വിശദീകരണമല്ല. ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ നഗ്നതയെ വിശദീകരിച്ചത് അങ്ങനെയാണ്: കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. സ്വന്തം ആകർഷണീയത സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് ആകർഷണീയത നൽകുന്നവര്. റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ. തലമുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ചുരുട്ടിക്കൂട്ടി കെട്ടിവെച്ചിട്ട് ഭംഗിയാക്കി കാണിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകത്തിലാണെന്ന് അടയാളം പറഞ്ഞതില് എന്റെ സ്നേഹമുള്ള ഉമ്മമാരെ, നമ്മൾ ഉണ്ടായിക്കൂടാ. നമ്മുടെ വേഷങ്ങൾ അങ്ങനെയാകരുത്. നരകക്കാരന്റെ വസ്ത്രം സഹിക്കാൻ പറ്റുമോ? നരകക്കാരന്റെ വെള്ളം സഹിക്കാൻ പറ്റുമോ? നരകക്കാരന്റെ കാറ്റ് സഹിക്കാൻ പറ്റുമോ? ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. കുറ്റവാളികൾ നരകത്തിന്റെ ശിക്ഷയിൽ ശാശ്വതരാണ്. ലാ യുഫത്തറു അൻഹും വമാ ഹും ഫീഹി മുബ്ലിസീൻ. ഒരിക്കലും അവരെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടൂല. ശിക്ഷ എങ്ങനെ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവരെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചുട്ട് പൊള്ളിയിട്ട് കരിഞ്ഞു ഉണങ്ങിയിട്ട് ഓരോ ഭാഗവും ഇങ്ങനെ കൊഴിഞ്ഞു വീണാലും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് കുല്ലമാ നദിജത് ജുലൂദുഹും. ശരീരത്തിന്റെ തോലുകളൊക്കെ പഴുത്ത് ഓരോ ഭാഗങ്ങളും തീരേക്ക് അങ്ങനെ വീണാലും പുതിയ ബോഡി നമ്മൾ അങ്ങനെ മാറ്റിക്കൊടുക്കുന്നു. നല്ലോണം ശിക്ഷ ഒന്ന് രുചിക്കാൻ വേണ്ടിയാണ്. ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർക്ക് കൊടുക്കുന്ന വസ്ത്രം? സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അവർക്ക് കൊടുക്കുന്ന ഡ്രസ് ടാറിനാൽ നിർമ്മിതമായ ഡ്രസ്സാണ്. പെട്ടെന്നല്ലേ ടാറിലേക്ക് തീ പടരുന്നത്? റോഡ് സൈഡിലൊക്കെ ടാറിടുന്നത് കണ്ടിട്ടില്ലേ? ഒരു തീന്റെ ചെറിയൊരു ഭാഗം ടാറിലേക്കൊന്ന് പെട്ടെന്ന് പിടിച്ചാൽ എത്ര പെട്ടെന്നാണ് കത്തിപ്പടരുന്നത്. കത്തിപ്പടരാൻ എളുപ്പമുള്ള വസ്ത്രം അതാണ് നരകക്കാരന് കൊടുക്കുന്ന വസ്ത്രം. അവരെ മുഖം മൊത്തം തീ കൊണ്ട് മൂടുന്നു. കിടക്കുന്നിടത്തിരിക്കുന്നിടത്തൊക്കെ തീ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്ദൽ തങ്ങൾ കണ്ണവന്തങ്ങൾ നമ്മുടെ സദസ്സിന് ദുആ ചെയ്ത് നേതൃത്വം നൽകുന്നതിന് വേണ്ടി തങ്ങൾ പാപ്പ എത്തിച്ചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ നരകക്കാരുടെ വസ്ത്രം പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു: സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. നരകത്തിലുള്ള ആള് പുറത്തേക്കൊന്ന് പുറന്തള്ളിയിട്ട് പോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമോ? നടത്തും. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ. വിഷമം സഹിക്കാൻ കഴിയാതെ നരകത്തിലുള്ള ആള് പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുമ്പോ അങ്ങോട്ട് തന്നെ മടക്കപ്പെടും. മലക്കുകൾ പറയും, ഇങ്ങോട്ട് വരാൻ പറ്റൂല, നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം, നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോകണം. വീണ്ടും നരകത്തിലേക്ക് മടക്കപ്പെടുന്നു. എത്ര അവര് ശ്രമിക്കുമ്പോഴും കഴിയില്ല. ഉന്തിത്തള്ളി മാറ്റുകയാണ്. അവരെ മുഖത്തേക്ക് മലക്കുകൾ ദണ്ട് കൊണ്ടടിക്കുകയാണ്. വലഹും ഫീഹാ മഖാമിഉ മിൻ ഹദീദ്. ഇരുമ്പിനാലുള്ള ദണ്ടുകളുണ്ട് ആ മലക്കുകളെ കയ്യില്. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദൂ ഫീഹാ വദൂഖൂ അദാബൽ ഹരീഖ്. ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് മുഖത്തേക്ക് അടിക്കുകയാണ്. വീണ്ടും
വീണ്ടും നരകത്തിന്റെ ആഴിയിലേക്ക് ആ താപതിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെയും പിന്നെയും പുറത്തേക്ക് അങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എത്ര വരാൻ നോക്കിയാലും പുറത്ത് കടക്കാൻ കഴിയൂല. കാലകാലം നരകത്തിൽ തന്നെ ശിക്ഷ തുടരുകയാണ്. അതേ സമയത്ത് ഒന്നാമത്തെ തട്ടിൽ പ്രവേശിക്കപ്പെട്ട ആളുകളില്ലേ, അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ദോഷത്തിന്റെ കട്ടിയും കനവും കണക്കാക്കി അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ബാക്കി 6 തട്ടിലുമുള്ള ആളുകൾ ഒന്നാം തട്ടിലുള്ള മുവഹിദീങ്ങളോട് ചോദിക്കും, അല്ല, നിങ്ങൾ അല്ലാഹനെ വിശ്വസിച്ചവരല്ലായിരുന്നോ? അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചവരല്ലായിരുന്നോ? നിങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ലേ? നിങ്ങൾ നോമ്പ് നോറ്റവരായിരുന്നില്ലേ? നിങ്ങൾ പലതും ചെയ്തവരായിരുന്നില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്നാം തട്ടിലുള്ള മുവഹിദീങ്ങളെ പരിഹസിക്കുമ്പോ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കുള്ള ശിക്ഷകൾ പൂർത്തിയാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉത്തരവിടുന്നു. കരിക്കട്ടകളെ പോലെ ആയ ആ ശരീരങ്ങളെ അതാ സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തുന്നതിന്റെ മുമ്പ് അതിന്റെ മുൻഭാഗത്ത്, സ്വർഗത്തിന്റെ മുൻഭാഗത്ത് സജ്ജീകരിച്ചൊരു നദിയുണ്ട്. ആ നദിയിലിട്ടവരെ മുക്കുകയാണ്. അവരെ ശരീരത്തിന്റെ നിറങ്ങളും കളറുകളും ഒക്കെ മാറാൻ വേണ്ടി അവരെ ഒന്ന് മുക്കിയെടുക്കുന്നു. എന്നാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ യുസമ്മൂനൽ ജഹന്നമിയൂൻ, അവർക്ക് സ്പെഷ്യൽ പേര് അപ്പോഴുണ്ട്. ജഹന്നമികൾ, ജഹന്നമിൽ നിന്ന് വന്നവർ. ആ പേര് കൊണ്ട് അവിടെ കച്ചറൊന്നും ഉണ്ടാകൂല, പക്ഷെ ആ പേര് കൊണ്ടൊരു സ്ഥാനത്തിന്റെ കുറവ് അപ്പോഴുണ്ട്. നരകം തൊടാതെ സ്വർഗത്തിലെത്തിയാലല്ലേ ഫഖദ് ഫാസ എന്ന് ഖുർആൻ പറഞ്ഞത്, വിജയിച്ചു എന്ന് പറഞ്ഞത്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിലെത്തിയാൽ ഓർക്ക് പിന്നെ ഈ പേര് പറയുന്നതാണ് ഹദീസിൽ പറഞ്ഞത്. യുസമ്മൂനൽ ജഹന്നമിയൂന, ജഹന്നമിയാണല്ലേ, ജഹന്നമിയാണല്ലേ. അപ്പുറത്ത് സ്വർഗക്കാരിങ്ങനെ ചോദിക്കും, നരകൊന്നും തൊടാതെ അപ്പുറത്തെത്തിയ ആളുകൾ ചോദിക്കും, ജഹന്നമിയാണ്, അവിടെ ടച്ച് ചെയ്ത് വന്ന ആളാണ്. ഒന്നാമത്തെ തട്ടങ്ങനെ കാലിയാകും. ആ തട്ട് കാലിയായെടുത്ത് ജിർജിർ മുളക്കുമെന്ന് ഹദീസിൽ കാണാം. ഒന്നാം തട്ടേ കാലിയാകുള്ളൂ, ബാക്കി തട്ടുകളൊന്നും കാലിയാകൂല. ബാക്കിയുള്ളതൊക്കെ സദാ സമയത്തും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഒന്നാം തട്ടിലുള്ള ആളുകളെയും അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശം മുഖേന കുറെ ശിക്ഷകൾ അവർ സഹിച്ച ശേഷം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ പറ്റൂല. അങ്ങനെ ആരും കരുതിയിരിക്കണ്ട, നരകത്ത് പോയാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ കരുതിയിരിക്കേണ്ട സഹോദരങ്ങളെ. നരകം കാണുമ്പോഴേക്ക് മുട്ടുകത്തിയിരിക്കുന്നവരാ ഞാനും നിങ്ങളും. എല്ലാ സമുദായങ്ങളും മുട്ടുകെട്ടിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. മുട്ടുകെട്ടാതെ ഇരിക്കുന്ന ഒരാള്, അന്തസ്സോടെ നിൽക്കുന്ന ഒരാള്, ഒരാള് മാത്രമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാത്ത മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജിന്നുകളും, മുഴുവൻ മലക്കുകളും, മുഴുവൻ ചരാചരങ്ങളും മുട്ടുകെട്ടിയിരുന്നു പോയി. നരകം പിടിച്ചുകൊണ്ട് കെട്ടുന്ന സമയത്ത് മഹ്ശറിൽ കാണുന്ന വലിയൊരു ഭയാനക കാഴ്ചയാണത്. എല്ലാവരും മഹ്ശറിലെത്തിയ ശേഷം മലക്കുകൾ കൊണ്ടുവരും നരകം അർശിന്റെ ഇടത്തെ ഭാഗത്തൊന്ന് പിടിച്ചു കെട്ടാൻ. നരകത്തിന് 70,000 കടിഞ്ഞാണാണ് ഉള്ളത്. ഒരൊറ്റ കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മലക്കുകളെ എണ്ണം കൂട്ടിക്കോളൂ. ഒരു കടിഞ്ഞാണിന്റെ പിന്നിൽ 70,000 മലക്കുകളുണ്ട്. അങ്ങനത്തെ 70,000 കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരുമ്പോ ഇവരുടെ ഈ കയ്യിൽ നിന്ന്, പിടുത്തത്തിൽ നിന്ന് ഒന്ന് കുതറി മാറാൻ വേണ്ടി നരകം ഒന്ന് കുലുങ്ങും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകം അങ്ങനെ കുലുങ്ങുമ്പോ എങ്ങാനും പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ലഅഹറഖത് അഹ്ലൽ ജമീഅ്, മഹ്ശറിൽ ഒരു കുട്ടിയും ബാക്കി ഉണ്ടാവില്ല. എല്ലാവരെയും ചുട്ടി കരിച്ചു കളഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം
ജസാ കുല്ലു നബിയ്യിൻ വ വലിയ്യിൻ വ മലക്കിൻ. എല്ലാ നബിമാരും താഴോട്ട് മുട്ടുകെട്ടിയിരുന്നു പോയി. എത്ര എത്ര വലിയ മഹാന്മാരാ സഹോദരങ്ങളെ, അമ്പിയാക്കള്. അവരെ പോലെ സ്ഥാനമുള്ളവരാരാ? ലക്ഷത്തിൽ പരം അമ്പിയാക്കൾ താഴെ ഇരുന്നു. കണക്കെത്രയെന്നറിയാത്ത മലക്കുകൾ മുട്ടുകെട്ടിയിരുന്നു. ഔലിയാക്കളും ഇരുന്നു. നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഇരുന്നു പോയി. നമ്മളൊക്കെ ഇരുന്നു, എല്ലാരും ഇരുന്നു. പക്ഷെ ഇരിക്കാതെ അന്തസ്സോടെ ആ നരകത്തെങ്ങനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ശരിയായ ആർജവത്തോടെ നിൽക്കുന്ന നേതാവാണ് നമ്മളെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് മാത്രം, ഒരൊറ്റാള് മാത്രം, വേറെ ആരുമില്ല. അതൊരു ഹൈ പവറുള്ള നേതാവാണ്. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച്, സ്വന്തത്തെ മറന്ന് സ്നേഹിച്ച് ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ, മദ്ഹുകൾ ഊണിലും മുറക്കിലും ഒക്കെ നിർവഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ആരാ സഹോദരങ്ങളെ അവലംബിക്കാനുള്ളത്? തങ്ങൾ ഇങ്ങനെ നരകത്തെ നോക്കിയിട്ട് പറയും, നരകമേ അഊദു ബില്ലാഹി മിൻകി, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, നിന്നെപ്പറ്റി കാവൽ ചോദിക്കുന്നു. നരകം മുത്തുനബി തങ്ങളോട് സംസാരിക്കുകയാണ്. നരകത്തിന് സംസാരമുണ്ടോ? ഉണ്ട്. നരകത്തിന് ജീവനുണ്ട് എന്നാണ് മഹാന്മാര് പറയുന്നത്. കാരണം നരകത്തിന്റെ അവസ്ഥ അങ്ങനെയല്ലേ. തബാറക സൂറത്തിലൊക്കെ ഓതുന്ന ആൾക്കാർ ഒന്നിങ്ങനെ അവിടെ നിന്ന് മനസ്സിരുത്തി ഓതണം. എങ്ങനെയാണ് തബാറക സൂറത്തിൽ നരകത്തെ പറ്റി പറയുന്നത്? തകാദു തമയ്യസു മിനൽ ഗൈദ്, നരകം അതിന്റെ ക്രോശം കൊണ്ട്, ക്രോധം കൊണ്ട് പൊട്ടി വിണ്ട് കീറിയിട്ടൊക്കെ എല്ലാത്തിനെയും തരിപ്പണാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ നരകത്തിന് അങ്ങനെ ഒരു പൊട്ടിക്കീറുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ ലം യതികും നദീർ. വല്ലാത്തൊരു രംഗമാണ് നരകത്തിന്റെ രംഗം. നരകം ഇങ്ങനെ പൊട്ടിക്കീറ, നരകം ഇങ്ങനെ ഗൗരവത്തോടെ ശബ്ദിക്കുക. നരകം പറയും. നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നരകം എന്താ പറയുന്ന വാക്കറിയോ? ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ റസഖ മിമ്മൻ അകല റിസ്ഖല്ലാഹി വഅബദ ഗൈറഹു. അല്ലാഹുവിന്റെ അന്നം ഭക്ഷിച്ച് അല്ലാഹ് അല്ലാത്തവർക്ക് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചവരില്ലേ, അവരെ ഞാൻ പ്രതികരിക്കും. അടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അല്ലാത്തവർക്ക് വഴിപ്പെട്ട്, ദുനിയാവിന് വഴിപ്പെട്ട്, ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ട്, ശൈത്താന് വഴിപ്പെട്ട്, ഭൗതിക താല്പര്യങ്ങളുടെ ഇംഗിതങ്ങൾക്ക് പിന്നാലെ പോയിട്ട് പടച്ച റബ്ബിന്റെ അന്നം തിന്നു കഴിഞ്ഞ ആളുകളില്ലേ, അവരെ ഇന്ന് നന്നായി ഞാൻ പ്രതികരിക്കും, ശിക്ഷിക്കും, ഒരൊറ്റൊന്നിനെയും വിടൂല. നരകം പറയുന്ന പറച്ചിലാണ് ഈ മലക്കൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് കിട്ടുന്ന നേരത്ത്. മുത്തുനബി നിങ്ങൾ കാവൽ ചോദിക്കുമ്പോൾ നരകം ചോദിക്കാൻ, നബിയെ തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? തങ്ങൾ ഏതായാലും ഇങ്ങോട്ട് വരൂലല്ലോ, നിങ്ങളെ ബോഡി അല്ല എനിക്ക് ഹറാമാക്കിയിട്ടില്ല, തങ്ങൾ എന്തിനാ കാവൽ ചോദിക്കുന്നത്? എന്താ മറുപടി എന്നറിയോ? ലി ഉമ്മത്തി, ഞാൻ എനിക്ക് വേണ്ടിയല്ല നരകമേ കാവൽ ചോദിക്കുന്നത്, എന്റെ ഉമ്മത്തിന് വേണ്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോഴും നമുക്ക് വേണ്ടി കാവൽ ചോദിക്കുന്ന നേതാവാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തുനിന്ന് ഓരോ സ്റ്റെപ്പ് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ, ഞാൻ അവസാനിപ്പിക്കാണത്, പറഞ്ഞാൽ തീരാത്തൊരു ലോകാണ്. ഇങ്ങനെ പോരുന്ന സമയത്ത് സഹോദരങ്ങളെ, ബാക്കിയുള്ള 6 തട്ടിലുള്ള ആൾക്കാരെന്താ പറയുന്ന ഭാഷ എന്നറിയോ? ഖുർആൻ പറയുന്നുണ്ട്, സിറാത്തിലൂടെ ഓരോരുത്തർ ഇങ്ങനെ അക്കരെ എത്തുന്ന നേരത്ത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറയും, ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളായില്ലല്ലോ, മുസ്ലിമായി ജീവിച്ചു മരിച്ചില്ലല്ലോ. സത്യനിഷേധികൾ പരലോകത്തെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, താല്പര്യത്തോടെ കൂടുതലായവർ പറയുന്ന വാക്കെന്താണ്? ലൗ കാനൂ മുസ്ലിമീൻ, ലൗ കാനൂ മുസ്ലിമീൻ, മുസ്ലിം ആയിരുന്നെങ്കിൽ ഒന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടി ചോദിക്കാമായിരുന്നു, ഒന്ന് ശ്രമിക്കാമായിരുന്നു, ഏതെങ്കിലും ഒരു റെക്കമെൻഡിലൂടെ കഴിച്ചിലാകുമായിരുന്നു. ഇവരൊക്കെ നരകത്തുനിന്ന് പോയല്ലോ, ഞാനും മുസ്ലിമായില്ലല്ലോ, എന്റെ ഉപ്പയും മുസ്ലിമായില്ലല്ലോ. ഇതിങ്ങനെ വളരെ വിഷമത്തോടെ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആ
നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിൽ പോകുന്ന ഒരു വിഭാഗത്തിലും പെട്ടുപോകരുത്. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകരുത്. മദ്യപാനത്തിന് അടിമപ്പെട്ടു പോകരുത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ മദ്യം കുടിച്ചിട്ട്, ദുനിയാവിൽ മദ്യപാനം നടത്തിയിട്ട് വേണ്ട രൂപത്തിൽ പൊറുപ്പിക്കാൻ കഴിയാതെ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ കഴിയാതെ മരിച്ചു പോരുന്നവൻ അതാ നരകക്കാരുടെ തീനത്തുൽ ഖബാലിൽ നിന്ന് അവന് കുടിപ്പിക്കുമെന്നത് നിശ്ചയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരന്റെ തീനത്തുൽ ഖബാലിൽ നിന്ന് ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുമെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തീനത്തുൽ ഖബാലി എന്താണ്? മയക്കുമരുന്നിന് അടിമപ്പെടണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, ആഘോഷ ദിവസങ്ങൾ വരുമ്പോ, ന്യൂ ഇയറും മറ്റും വരുമ്പോ, കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാരങ്ങൾ വരുമ്പോ, തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ആഖിറം മറന്നു പോകണ്ട. തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെട്ടു പോകും. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം. നരകത്തിൽ നിന്ന് സലാമത്ത് കിട്ടണമെന്ന ഉദ്ദേശത്തോടെ വലിയ വലിയ സംഭാവനകൾ കൊടുക്കും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീനത്തുൽ ഖബാൽ സുഖിക്കാൻ പറ്റിയ ഒരു മരുന്നാണോ? കുടിക്കാൻ പറ്റിയൊരു ജലമാണോ? എന്താ നബിയെ തീനത്തുൽ ഖബാൽ? സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരന്റെ കക്ഷഭാഗത്തുനിന്നും നരകക്കാരന്റെ സ്വകാര്യ ഭാഗത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമില്ലേ, അത് അല്ലാഹു കുടിക്കാൻ കൊടുക്കുന്നത് ദുനിയാവിൽ കള്ളുമോന്തിയവനാ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്. നീ ജനങ്ങൾക്കിടയിൽ കുടിച്ചത് നല്ല പാനീയങ്ങളല്ലേ? ആളുകൾ കാണുമ്പോ നീ കുടിച്ചത് ഹലാലായ പാനീയങ്ങളല്ലേ? നിന്റെ സ്വകാര്യതയിൽ ഹറാമും മോന്തിയിട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ ഉല്ലാസ വഴികൾ നീ തുനിച്ചുവെങ്കില്, അങ്ങനെ കളഞ്ഞുവെങ്കില്, നരകം കാത്തിരിക്കുന്നൊരു ചീഞ്ചലമുണ്ട്. അത് കുടിക്കുമ്പോഴോ ഉള്ളിലേക്ക് എത്തുമ്പോഴുള്ള കഥയറിയുമോ? യതജറഉഹു വലാ യകാദു യുസീഗുഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. ഒരൊറ്റ മുറുക്ക് കുടിക്കുമ്പോഴേക്ക് നിന്റെ ചുണ്ട് പൊണ്ടുകൊണ്ട് നിന്റെ ചുണ്ട് പൊള്ളിയിട്ട് കരിഞ്ഞിട്ട് വീണുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോ പല്ല് മുഴുവനും വീണുപോയി. നാവിലേക്ക് എത്തുമ്പോ നാവിന്റെ ഭാഗം മുറിഞ്ഞുപോയി. ഉള്ളിലേക്ക് എത്തുമ്പോഴോ എത്തുന്നിടത്ത് മുഴുവനും കൊടൽമാലകളും ബാക്കികളും കഷ്ണം കഷ്ണങ്ങളായി ഇങ്ങനെ മുറിക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ജലമാണ് കുടിക്കാൻ തരുന്നത്. അതിന്റെ ചൂട് അസഹ്യമാ, വാസന അസഹ്യമാ, ടേസ്റ്റ് ഒരു നിലക്കും നാവിനോട് ചേരൂല, കുടിക്കാനൊക്കൂല. അതിന്റെ ചൂടിനെ പറ്റിയല്ലേ സൂറത്തുൽ വാഖിയിൽ അല്ലാഹു പറഞ്ഞത്, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ച് വലഞ്ഞ ഒട്ടകം അതിന്റെ ദാഹം ക്ഷമിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുന്നത് പോലെ ദാഹിച്ച് വലയുന്ന രീതിയിൽ നരകക്കാരന്റെ തൊണ്ടയിടറുമ്പോ ഒരിറ്റ് ജലം കിട്ടിയെങ്കിലെന്ന് വിചാരിക്കുമ്പോ കുടിക്കാൻ കൊടുക്കുന്നത് ചൂടുള്ള ചീഞ്ചലമാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലത് കുടിക്കണം, നല്ലത് ഭുജിക്കണം, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം. നരകത്തിനെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് ഭയപ്പാടോടെ കഴിയണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരൊറ്റ നിസ്കാരവുമില്ല. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല. നരകം അത്രയും ഭയാനക ലോകമാണ്. സ്വർഗലോകം അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും റഹ്മത്തും ഒക്കെ ഉദ്ദേശിച്ച് മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സജ്ജീകരിച്ച ലോകത്തിലേക്ക് അള്ളാഹു നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ.
സ്വതക്ക അധികരിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, നിസ്കാരം ഒന്നും കളാക്കാതിരിക്കുക. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ 110 ദിക്റും കഴിഞ്ഞിട്ടില്ലാതെ അവിടുന്ന് എഴുന്നേൽക്കാതിരിക്കുക. കഴിയോ? നിന്ന് കൂട്ടിയോക്കി. എത്ര ചൊല്ലിയെന്ന്? സുബഹിയും ദുഹറും അസ്റും മഗ്രിബൊക്കെ നിസ്കരിച്ചില്ലേ? ഇശാഒക്കെ എത്ര ചൊല്ലി? എത്ര ചൊല്ലാൻ നമ്മളെ ശരീരം ക്ഷമിച്ചിരിക്കും? സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോക ദിക്ർ ചൊല്ലിയാൽ എന്ന് പാവപ്പെട്ട സ്വഹാബത്തിനോട്, ഔലിയാക്കളോടല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമുക്ക് പിന്നെ ഏത് സ്വർഗ വേണ്ടത്? അതിനൊന്നും ഒഴിവില്ലല്ലേ? ഒരു ദിക്ർ ചൊല്ലാൻ ഒരു 5 മിനിറ്റ് ഈ ശരീരത്തെ പിടിച്ചിരുത്താൻ മാത്രം നമ്മളെ ശരീരം പിശുക്കാണെങ്കിൽ പിന്നെ എങ്ങനെ സഹോദരങ്ങളെ സ്വർഗത്തിലെത്തണ്ടേ? എങ്ങനെ എത്തും? അതിനുവേണ്ടി സെറ്റപ്പോടെ ജീവിക്കണം. ഞാൻ എന്റെ ഭാഷണം നിർത്തുന്നു, സമയം പരിമിതമാണ്. വിഷയങ്ങൾ എവിടെ എത്തിയിട്ടില്ല, ഞാനൊന്ന് തോണ്ടി വെച്ചു എന്ന് മാത്രം. സൗകര്യപൂർവ്വം വീണ്ടും പറയാനും കേൾക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗ്ഗക്കാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, അംബിയ ഔലിയ ഇന്ന മദദ് കൊണ്ട് സ്വർഗീയസ്ഥരിൽ ഉൾപ്പെടാൻ പറ്റുന്ന അടയാളങ്ങൾ തന്ന അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതിന് പറ്റുന്ന നല്ല മനസ്സ്, നല്ല ഖൽബ്, ഖൽബിന്റെ സഫ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ഒരാളോടും ഒരു വൈരാഗ്യവും ഒരു വിദ്വേഷവും ഇല്ലാതെ നല്ല നിലക്ക് ദീനിന് വേണ്ടി അവനവനെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്തെടുത്തുകൊണ്ട് നല്ല നിലക്ക് ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിച്ച് അവസാനം മൗത്ത് വരുന്ന നേരത്ത് കാമിലായ ഈമാനോടെ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാര പ്രശോഭിത പൂമുഖം മതിവരുവോളം കണ്ട് കലിമ ചൊല്ലി പിരിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ